ആരോപണ വിധേയരായി വളരെ ഗുരുതരമായ ആരോപണമാണ് MLA മുകേഷിനെതിരെ ഉണ്ടായിരിക്കുന്നത്. അടിയന്തരമായി ഒരു നിമിഷം പോലും വൈകാതെ MLA സ്ഥാനം രാജിവെച്ച് അന്വേഷണത്തെ നേരിടണം. ഇനി മുകേഷ് രാജിവെക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിനോട് രാജി ആവശ്യപ്പെടണം. ഇതിന് ഒരു നിമിഷം പോലും വൈകാൻ പാടില്ല. ഇപ്പോൾ CPMന്റെ നേതാക്കന്മാരിൽ നിന്ന് വരുന്ന പ്രതികരണം അതിശയിപ്പിക്കുന്നതാണ്. CPM എന്താ കോൺഗ്രസിന് പഠിക്കുകയാണോ? CPM വേറിട്ട് നിൽക്കേണ്ടതല്ലേ? ആ വേറിട്ട് നിൽക്കുന്ന കോൺഗ്രസുകാർ രാജിവെച്ചിട്ടില്ല, ഞങ്ങൾ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഇടതുപക്ഷത്തേതെങ്കിൽ നിങ്ങൾ ഇടതുപക്ഷമല്ല എന്ന് ഞങ്ങൾ കാലങ്ങളായി പറയുന്നത് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റു പാർട്ടിക്കാർ ചെയ്യുന്നത് തന്നെ ഞങ്ങളും അനുവർത്തിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത്? ഈ കാര്യത്തിൽ അടിയന്തരമായി മുഖ്യമന്ത്രി ഇടപെടണം. മുകേഷിന്റെ രാജി ആവശ്യപ്പെടണം. മുകേഷ് ഒരു നിമിഷം പോലും ഇനി ആ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല. തീർച്ചയായിട്ടും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്നായാലും ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധികൾ എല്ലാ അർത്ഥത്തിലും ധാർമ്മികമായും ജനാധിപത്യപരമായും നൈതികത പുലർത്തേണ്ട ആളുകളാണ്. അതുകൊണ്ട് ആ നിലപാട് എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകണം. അത്തരം ആളുകൾ ജനപ്രതിനിധികളായിരിക്കാൻ ഒരു കാരണവശാലും അർഹരല്ല. ജനങ്ങളുടെ പ്രതിനിധികളായിരിക്കുന്നവർ മാതൃകപരമായിരിക്കണം. ആ മാതൃക കാത്തു സൂക്ഷിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അത് സ്ഥിരമായിട്ട് ഇത്തരം ആരോപണ വിധേയരായവരുടെ ഒരു അടവാണ്. സ്ത്രീകൾ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ വീണ്ടും പരാതി കൊടുക്കുക എന്നുള്ളത്. നമുക്കറിയാം, ഈ ജസ്റ്റിസ് ഹേമയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇതിനകത്ത് സർക്കാരാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റക്കാരൻ. 4.5 വർഷം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകളെയും പൊതുസമൂഹത്തെയും വഞ്ചിച്ചതാണ് കേരള സർക്കാർ ചെയ്തിരിക്കുന്നത്. എന്നിട്ടും ആരോപണങ്ങൾ വരുമ്പോൾ അവരെ സംരക്ഷിക്കാനുള്ള നടപടിയെടുക്കുന്നു, നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് വളരെ അപമാനകരമാണ്, പ്രതിഷേധാർഹമാണ്. അതിശക്തമായ നടപടി ഇനിയെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം. അതുപോലെ തന്നെ സിനിമാ മേഖലയിലെ സംരക്ഷിക്കാൻ വേണ്ടി രൂപീകരിച്ച സംരക്ഷണ സമിതി, നയരൂപീകരണ സമിതിയുടെ അധ്യക്ഷ ആ അംഗത്തിൽ നിന്ന് മുകേഷിനെ മാറ്റി നിർത്തപ്പെടുകയും വേണം.